അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ BJP അധ്യക്ഷനായിട്ട് ചുമതലയേറ്റു. നല്ലൊരു പ്രകടനം കാഴ്ചവെക്കട്ടെ. ഇനിയെങ്കിലും BJPയുടെ ഒരു നേതൃത്വത്തിന് ഒരു ബേസ് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പുള്ളിക്കാരൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. പ്രസംഗം കേട്ടതിൽ ഉപരി പുള്ളിക്ക് ഒരു വികാരഭരിതനായിട്ടാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. രാജീവ് ചന്ദ്രശേഖരൻ സദസ്സിൽ സംസാരിച്ച ഒരു വികാരഭരിതനായിട്ടൊക്കെയാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ ക്യാപ്ഷനൊക്കെയാണ് താഴത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്ത് തന്നെ ആയാലും പഠിച്ച സ്കൂൾ, അവരുടെ സ്വന്തം നാട്, ഇതെല്ലാം എഴുതി കൊടുത്തിട്ട് വേണോ മനസ്സിലാക്കാൻ? നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച 8 സെൻട്രൽ സ്കൂൾ, ഇന്ത്യയിൽ വേറെ സ്ഥലത്തിൽ പഠിച്ച, അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത, 18 കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ MP ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്തം. പുള്ളിക്ക് ഒരു സംശയം, ഇവിടെ തന്നെയാണോ പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എഴുതി കൊടുത്തതിൽ വല്ല മാറ്റമുണ്ടോ? എവിടെ തന്നെ ജോലിയെടുത്താലും എവിടെ തന്നെ പോയാലും സ്വന്തം നാടും പഠിച്ച സ്കൂൾ കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ട് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥ. എന്തായാലും കൊള്ളാം. ചിലപ്പോൾ വികാരവർദ്ധനായിട്ട് ചിലപ്പോൾ മറന്നുപോയത്, ചിലപ്പോൾ പതറിയതായിരിക്കാം. എന്നിരുന്നാൽ കൂടി നല്ലൊരു ബേസ്, അല്ലെങ്കിൽ നല്ലൊരു BJPയുടെ നേതൃത്വ സ്ഥാനത്തിൽ ഇരുന്നിട്ട് നല്ലൊരു കാഴ്ചവെക്കട്ടെ. പ്രവർത്തകർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഉന്മേഷം പകർന്ന ഒരു നേതാവായി മാറട്ടെ എന്നതിന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ എന്നും ഇതേപോലെ എഴുതിക്കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം അത് ജനങ്ങൾ സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നമാണ്. എന്തായാലും നല്ലത് വരട്ടെ.